പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂടെ നടക്കുന്ന അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തെ ഇതാ ഞങ്ങൾ ഒരിക്കൽ കൂടി ഏറ്റുപറയുകയാണ്. അങ്ങ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ കർത്താവേ, എവിടെ പോകാനും എനിക്ക് ഭയമില്ല. അങ്ങ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരുടെ മുൻപിലും നിൽക്കാൻ എനിക്ക് ഭയമില്ല. കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ വന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവെ മുന്നോട്ട് പോകും, വിജയം വരിക്കും. കൂടെ ആയിരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ജനുവരി മാസത്തിന്റെ 9-ാം തീയതിയായ ഇന്ന് കർത്താവായ ദൈവം നമ്മോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മോടൊപ്പം നടക്കുമ്പോഴും ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ഏതൊക്കെയോ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖമൊക്കെ കടന്നു വരുന്നത്. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങളിൽ ഞാൻ നിന്നോടൊപ്പമുണ്ടോ? നിന്റെ ജീവിതത്തില് നീ പറയുന്ന വാക്കുകളിൽ ഞാൻ നിന്നോടൊപ്പമുണ്ടോ? നിന്റെ ജീവിതത്തിൽ നിന്റെ ബന്ധങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ വാക്കുകള് പിഴയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മള് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ നമ്മുടെ ബന്ധങ്ങളൊക്കെ പലപ്പോഴും പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് കർത്താവ് ജീവിക്കുന്നവനായ ദൈവം, സാന്നിധ്യമായി കൂടെ നടക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ മറക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ശേഷം, പ്രത്യേകിച്ചും നമ്മളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ നടക്കുന്ന ദൈവമാണല്ലോ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇത് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ അങ്ങ് ആ വ്യക്തിയിൽ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണം, എന്നിൽ അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടെ സംസാരിക്കാൻ നമുക്ക് പറ്റും. പലപ്പോഴും നമ്മുടെ വിട്ടുപോയ, കണ്ണിയറ്റുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സംസാരം അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് മാറും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളില് പല വ്യക്തിബന്ധങ്ങളിലും നമുക്ക് വിള്ളൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളൊക്കെ കുത്തഴിഞ്ഞ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, അവിടെ കർത്താവ് ഇല്ല. ഇന്ന് നമ്മുടെ യുവജനങ്ങളൊക്കെ നോക്കുക, പലപ്പോഴും തെറ്റായ ബന്ധങ്ങളിൽ നടന്നിട്ടും അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഇല്ല. കാരണം അവർ പോകുന്ന വഴി എവിടെയാണെന്ന്, എങ്ങോട്ടാണെന്ന് അവർക്കറിയില്ല. ദൈവം അവരുടെ കൂടെയില്ല, ദൈവത്തെ കൂടെ നടത്തുന്നില്ല. കാരണം ദൈവം ഒരിക്കലും നമ്മളെ തെറ്റായ വഴിയിലൂടെ നടത്തില്ല. ദൈവം ഒരിക്കലും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കില്ല. പല ദൈവത്തെ മറന്നുകൊണ്ട്, ഈ ദൈവ സാന്നിധ്യം മറന്നുകൊണ്ട്, കർത്താവിന് നമ്മുടെ ജീവിതത്തില്, ചിന്തകളില്, സംസാരത്തില് ഒരു ഇടവും കൊടുക്കാതെ ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോകുന്ന ജീവിതങ്ങളാണ്, ഈ ദൈവ സാന്നിധ്യമില്ലാത്ത ജീവിതങ്ങളാണ് തകർന്നടിഞ്ഞു പോകുന്നത് എന്ന് ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തില്, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തില്, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തില്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ നമുക്ക് ഈ വിള്ളലുകൾ, അകൽച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവിടെ ദൈവമില്ല, ദൈവത്തിന്റെ ആത്മാവില്ല. നമ്മൾ വെറും ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര എവിടെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. പലപ്പോഴും ബന്ധങ്ങളൊക്കെ അറ്റുപോവുകയാണ്. നമ്മുടെ പല വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവസരങ്ങളായിട്ട് മാറുകയാണ്. നമ്മുടെ തീരുമാനങ്ങളെ ദൈവമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ പദ്ധതികളൊക്കെ തകർന്നടിഞ്ഞു പോവുകയാണ്. അതോട് നമ്മളും നിരാശയും ദുഃഖത്തിലേക്കും കടന്നു പോവുകയാണ്. ഈ കർത്താവായ ഈശോ തന്റെ തിരുജനനത്തിലൂടെ, അവിടുത്തെ തിരുപ്പിറവിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, എന്നെ നീ നിന്റെ കൂടെ കൂട്ടാൻ നീ തയ്യാറാണോ? നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ദിനം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തില് പ്രാർത്ഥനയിലൊക്കെ പലപ്പോഴും ഞാൻ അങ്ങയുടെ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അങ്ങില്ല, എൻ്റെ തീരുമാനങ്ങളിൽ അങ്ങില്ല, എൻ്റെ സംസാരത്തില്, എൻ്റെ ബന്ധങ്ങളിൽ അങ്ങില്ലാത്തതാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമെന്ന് തിരിച്ചറിയുന്നു. കൂടെയായിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയട്ടെ. അങ്ങയുടെ കരം പിടിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. എൻ്റെ ബന്ധങ്ങളിൽ, സംസാരത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തക്ക രീതിയിലുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.